അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിൽ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ ആത്മീയ വെളിച്ചത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് സ്പോൺസർ ചെയ്യുന്ന MK ഫാബ്രിക്സിന് കച്ചവടത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മുസ്സമ്മിൽ, മുത്തുനബിയുടെ പേരുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട പേരാണ് മുസ്സമ്മിൽ. അള്ളാഹു നബി തങ്ങളെ വിളിച്ച പേരാണ്. യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തും അള്ളാഹു വിളിച്ചിട്ടില്ല. അതൊരു അത്ഭുതമാണ്. മുഹമ്മദ് എന്ന് നബിയെ അള്ളാഹു വിളിച്ചിട്ടേയില്ല. കാരണം ബഹുമാനം കൊണ്ടാണ്. യാ അയ്യുഹൽ മുസ്സമ്മിൽ, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അങ്ങനെയൊക്കെയാണ് വിളിച്ചത്. ഓരോ വിശേഷണങ്ങൾ കൊടുത്തിട്ടാണ് വിളിച്ചത്. മുഹമ്മദ് എന്ന് പേരിട്ട് അത്ര ബഹുമാനമാണ്. യാ മൂസ വിളിച്ചിട്ടുണ്ട്, യാ ഈസ വിളിച്ചിട്ടുണ്ട്, യാ ദാവൂദ് വിളിച്ചിട്ടുണ്ട്, യാ സക്കരിയ വിളിച്ചിട്ടുണ്ട്, യാ യഹ്യ വിളിച്ചിട്ടുണ്ട്, യാ ഇബ്രാഹിം വിളിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അങ്ങനെ വിളിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അത്ര ബഹുമാനം. ബാക്കിയുള്ള പ്രവാചകന്മാരോട് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല, ആ പ്രവാചകന്മാർക്കിടയിൽ തന്റെ മുത്തുനബിക്കുള്ള സ്ഥാനമാനം ലോകമറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോ ആ മുസമ്മിലിലൂടെ നാം പഠിച്ചു വരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീല വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയാൻ, യാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീല, അല്ലാഹുവിന്റെ നബിയെ തീർച്ചയായിട്ടും പകൽ സമയത്ത് അങ്ങേർക്ക് ദീർഘമായ ജോലിയുണ്ട്. പകല് വിശ്രമിക്കാൻ കഴിയൂല. പകല് ഇബാദത്തൊക്കെ കുറവാണ്. കാരണം ദഅവത്തിന്റെ മേഖലയിൽ പലരെയും കാണാൻ പോകണം. ഒരുപാട് കല്ലേറ്, ഒരുപാട് പ്രയാസം, ഒരുപാട് പ്രതിസന്ധി, ഒരുപാട് ആരോപണം, ഒരുപാട് ആക്ഷേപം ഒക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നബിയെ അങ്ങ് എന്ത് ചെയ്യണം? പകൽ സമയത്ത് അങ്ങേക്ക് ഇത്തരം തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നാം പറഞ്ഞ രാത്രി ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. രാത്രി അള്ളാഹുവിനോട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനുള്ള സമയം അങ്ങ് കണ്ടെത്തണം. വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. നബിയേ, അങ്ങ് അള്ളാഹുവിന്റെ നാമത്തെ അങ്ങ് ഓർക്കണം നബിയേ. അള്ളാഹുവിലേക്ക് മടങ്ങണം നബിയേ. ഇത് തന്നെ അള്ളാഹു വീണ്ടും ആവർത്തിച്ചു പറയാൻ കാരണം എന്താ? അതൊരു വിശ്വാസിക്ക് കിട്ടുന്ന ധൈര്യമാണ്. ഒരു രാത്രിയിൽ നമ്മളൊന്ന് ഉറക്കം ഒഴിഞ്ഞു നോക്കിയ കുറച്ച് ഇബാദത്തൊക്കെ ചെയ്ത് ഖുർആനൊക്കെ ഓതി നല്ല ഉണർന്നിരുന്ന് ഇബാദത്ത് ചെയ്ത് നോക്കിയാൽ പകലിൽ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹം തോന്നും, ആവേശം തോന്നും. എല്ലാ അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു മഹബത്ത്, ഒരു മധുര നമുക്ക് തോന്നും. രാത്രി അങ്ങനെ തിന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി, രാവിലെ റമദാൻ കണക്ക് തന്നെ, രാത്രിയിലെ റമദാനും കണക്ക് തന്നെ, ഒക്കെ അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെയുള്ള റമദാൻ, തീറ്റി കൂടി സുഖം, അതിനുള്ള റമദാനായിട്ട് അതങ്ങ് അതപ്പതിച്ചു പോകും. അള്ളാഹു കാത്തിരിച്ചിട്ട് ആ രീതിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. നല്ല എനർജിക്കായിട്ട് നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ മാറണം. അവിടെയാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. അപ്പോ അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, പകൽ സമയത്ത് അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്,
ഇന്നലക്ക പിന്നഹാരി സബഹൻ തൊവീല, ഒരുപാട് പ്രയാസമുള്ള, ഒരുപാട് ബുദ്ധിമുട്ടിനെ തരണം ചെയ്യേണ്ട കാര്യങ്ങൾ പകൽ സമയത്ത് അങ്ങേക്കുണ്ട്. അതുകൊണ്ട് നബിയെ, രാത്രിയിൽ കുറച്ചധികം ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുലേക്ക് ഇരിക്കാൻ, വദ്കുരിസ്മ റബ്ബിക, അവിടെ അള്ളാഹു പറയുന്നു എന്റെ ഇസ്മിനെ അങ്ങ് പറയാം. ദിക്റിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ. എത്ര ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റും, എത്ര സുബ്ഹാനല്ലാഹ് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റും, എത്ര അൽഹംദുലില്ലാഹ് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് പറയാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കും. എത്രയോ സമയം വെറുതെ ഈ പരിശുദ്ധ ദിവസങ്ങളിൽ വെറുതെ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തരുത്. എന്തെങ്കിലും നുണ പറഞ്ഞിരിക്കാനും സ്വറ പറഞ്ഞിരിക്കാനും തമാശ പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കാനൊന്നുള്ള സമയമല്ല ഇതൊക്കെ. ഇതൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള, ആത്മീയമായ പ്രസരിപ്പ് നേടാനുള്ള സമയങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയാണ് ചെയ്യേണ്ടത്. സൂറത്തുൽ മുസമ്മിലിന്റെ വിശദീകരണം നിങ്ങൾക്ക് തരുമ്പോൾ അത്ഭുതത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതാ ഏകദേശം ഒരു 14 ദിവസം കഴിയുമ്പോൾ നാം എത്തുന്നത് ബറാത്തിന്റെ രാവിലേക്കാണ്. അള്ളാഹുവേ, മരണപ്പെട്ടു പോയവരൊക്കെ ഒരു പ്രാർത്ഥനയ്ക്കു വേണ്ടി ഖബറിന്റെ അകത്ത് കരഞ്ഞ് കാത്തിരിക്കുന്ന സമയം. നമ്മൾ മരണപ്പെടുമ്പോഴാണ് അതിൻ്റെയൊക്കെ മഹത്വവും ആ പ്രാർത്ഥനയുടെ പുണ്യവും വാല്യൂ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെല്ലാം എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടുന്ന, ഇബാദത്ത് ചെയ്യേണ്ടുന്ന ഈ രാവുകളെ രാത്രിയും പകലും എന്നില്ലാതെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് അള്ളാഹു നമ്മെ ഒഴിവാക്കാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അള്ളാഹു തട്ടിക്കളയുകയാണ് പലതും. ചോദ്യോത്തരത്തിന് ശേഷം തീർച്ചയായിട്ടും അള്ളാഹു ഒഴിവാക്കാതിരിക്കാനുള്ള, അള്ളാഹുലേക്ക് കൂടുതൽ ചേർന്നിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. आपकी है ये मेहरबानी। MK Fabrics, MK Road, കൊല്ലം. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ.
അസ്സലാമലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിന്റെ ചോദ്യോത്തര വേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വീട്ടിൽ ഖുർആനില്ല, പക്ഷേ മൊബൈലിലും ലാപ്പിലും കമ്പ്യൂട്ടറിലുമൊക്കെ ഖുർആൻ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഖുർആൻ വീട്ടിലുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. ചോദിച്ചിരിക്കുന്നത് ഹൈർനിസയാണ്, എറണാകുളത്ത്. ഖുർആൻ വീട്ടിൽ ഉള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ ഖുർആൻ തന്നെ വീട്ടിൽ വേണം. ലാപ്ടോപ്പും മൊബൈലും കമ്പ്യൂട്ടറും ഉണ്ടായിരുന്ന പറ്റില്ല. പക്ഷേ ഖുർആൻ ഓതിയ കൂലി കിട്ടണമെങ്കിൽ ഖുർആൻ വീട്ടിലുള്ളതിന് നിവർത്തി തന്നെ ഓതണമെന്നില്ല. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മൊബൈലും നോക്കി ഓതിയാലും കിട്ടും. ഒരു സ്ഥലത്ത് ഖുർആൻ ഇരിക്കുന്നതിന്റെ കൂലിയുണ്ട്, പക്ഷെ അതൊരു മൊബൈൽ ഇരിക്കുന്നതിന്റെ കൂലിയിൽ കിട്ടില്ല. ഒരു സ്ഥലത്ത് ഖുർആൻ ഇരുന്നാൽ അതിന്റെ കൂലി ആ നാട്ടിനുണ്ടാവും. അത് നിരന്തരം എടുക്കാതെയും ആ വീട്ടിനുണ്ടാവും. ആ നിരന്തരം എടുക്കാതെയും പാരായണം ചെയ്യാതെയും ഇരുന്ന് അതിന്റെ ശാപം വന്നാൽ അതും ആ വീട്ടിനും ആ നാട്ടുകാർക്കും ഉണ്ടാവും. പരിശുദ്ധമായ മാസങ്ങളാണ്, പ്രധാനപ്പെട്ട സമയങ്ങളും സ്ഥലങ്ങളുമാണ്. അതുകൊണ്ട് ധാരാളം ഖുർആൻ ഓതാൻ, ഒരു മത്സരം തന്നെ ഖുർആനിലൂടെ വൃത്തിയായി ശുദ്ധിയായി ഓതി പൂർത്തീകരിക്കാൻ നിങ്ങൾ നടത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വെള്ളിയാഴ്ച ഒരു യാത്രയിലായിരുന്നു. ജുമാക്ക് പള്ളിയിൽ എത്തുന്നതിന് മുൻപ് വാഹനത്തിനകത്തിരുന്നാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തതിന്റെ പൂർണ്ണമായ പ്രതിഫലം എനിക്ക് ലഭിക്കുക. ഇത് ചോദിച്ചിരിക്കുന്നത് സലീമാണ്, തിരുവനന്തപുരം. വെള്ളിയാഴ്ചകളിൽ വ്യാഴാഴ്ച അസർ കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് സൂറത്തുൽ കഹ്ഫ് എവിടെ ഇരുന്ന് വേണമെങ്കിലും, ശുദ്ധമായ സ്ഥലത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പാരായണം ചെയ്യാം. അത് പള്ളിയിൽ തന്നെ വന്നിരുന്ന് ഓതുന്നത്, പള്ളിയിൽ നേരത്തെ വന്നതിന്റെ കൂലി, പള്ളിയിൽ എഴുത്തിക്കാത്തിരുന്നതിന്റെ കൂലി, പള്ളിക്കകത്തിരുന്ന് ഓതിയതിന്റെ കൂലി, അത് മുഴുവനും കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലിരുന്നോരാം, വാഹനത്തിലിരുന്നോരാം, കച്ചവട സ്ഥാപനത്തിലിരുന്നോരാം, ജോലി ചെയ്യുന്ന ഓഫീസിലിരുന്നോരാം, എവിടെയും ഇരുന്നോരാം. നിങ്ങൾ ശുദ്ധിയായിരിക്കണം, സ്ഥലം ശുദ്ധിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ ചോദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഈ അസ്ഹാബുൽ കഹ്ഫിനോട്, സൂറത്തുൽ കഹ്ഫിനോട്, വെള്ളിയാഴ്ച ദിവസത്തിനോടൊക്കെ ബഹുമാനവും ആദരവും കൂടുകയാണ്. കാരണം ആ ദിവസത്തിൽ ഇത്രമേൽ തിരക്കുണ്ടായിട്ട് പോലും വാഹനത്തിലിരുന്നു പോലും ഓതാനുള്ള മനസ്സ് കാണിക്കുന്ന സ്ഥലത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അള്ളാഹു ആ സഹോദരന് എല്ലാ ഹൈറിന്റെ കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ഈ ചോദ്യത്തിന്റെ മറുപടി മാത്രമല്ല, ഈ ചോദ്യത്തിലൂടെ നമ്മളും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ അത് ഓതാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തണം. എല്ലാ വെള്ളിയാഴ്ചകളിലും അത് പാരായണം ചെയ്യണം. പിശാചിനെ ചങ്ങലക്കിടാനും നല്ല നല്ല വഴികൾ അള്ളാഹു തുറന്നു തരാനും സൂറത്തുൽ കഹ്ഫ് നല്ലതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ നാവിൽ ആദ്യമായി മധുരം പിറക്കുന്നത് കുടുംബത്തിലെ ഉമ്മയോ ഉപ്പയോ ആവുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? സയ്യിദന്മാരും ഉസ്താദുമാരും തന്നെ വേണമെന്നുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഷെമീന ഫിറോസ്, കൊല്ലം. കുഞ്ഞുങ്ങളുടെ നാവിൽ ആദ്യമായി മധുരം പുരട്ടുന്നത് ഈ സയ്യിദന്മാരും അഹ്ലുബൈത്തിൽപ്പെട്ടവരും സാദാത്യങ്ങളും ഒക്കെ ആകുന്നത് അതിൻ്റെതായ ഒരു ബറക്കത്തും ഗുണവും ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുഞ്ഞിന്റെ ഉമ്മയോ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മയോ ഉപ്പയോ ഉപ്പയുടെ ഉപ്പയോ ഒക്കെ നല്ല ഇബാദത്തുള്ളവരാണ്, നല്ല ഈമാനുള്ളവരാണ്, നല്ല സ്വലിഹീങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. മറിച്ച് ഉപ്പ എന്ന അധികാരം വെച്ച് അല്ലെങ്കിൽ ഉമ്മുമ്മ എന്ന അധികാരമൊക്കെ വെച്ച് ഇബാദത്തൊന്നും തീരെയില്ല, ഫസാദും ഈബത്തും ഒക്കെ പറയുന്നവരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് മോശമാണ്. അത് കുഞ്ഞിന്റെ ജീവിതത്തെ ബാധിക്കും. അങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നാവിലേക്ക് മധുരം ഈത്തപ്പഴം ചവച്ച് അതിന്റെ നീര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ചെയ്തു കൊടുത്തത്. പക്ഷെ അത് പിൽക്കാലത്ത് എത്രയോ ഹദീസ് വിജ്ഞാന വിപ്ലവം തന്നെ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ കാര്യമുള്ളത് കൊണ്ട് മഹത്തുക്കളെ കൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടും ആബിദീങ്ങളെ കൊണ്ടും സ്വാലിഹീങ്ങളെ കൊണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞിനും ആ രീതിയിൽ ചെയ്യാം. നമ്മുടെ കുടുംബത്തിൽ ഈ പറയപ്പെട്ട
ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളൊക്കെ വലിയ മഹത്വമുള്ളവരും ഇബാദത്ത് മുടക്കാത്തവരും നോമ്പ് നോക്കുന്നവരും ആബിദീങ്ങളും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ക്ഷണിച്ചു കൊണ്ടുവരാതെ ഇവർ തന്നെ ആ കാര്യം ചെയ്താലും അതിന്റെ കൂലി ലഭിക്കുന്നതാണ്. ഹദ്ദാദ് എന്നത് ഒരു മഹാന്റെ പേരാണോ? അങ്ങനെയാണെങ്കിൽ ഹദ്ദാദ് റാത്തീബ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള അമലുകൾക്കാണോ ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ചേർത്തുകൊണ്ട് ഹദ്ദാദ് റാത്തീബ് എന്ന പേര് അതിന് വന്നത്? ചോദിച്ചിരിക്കുന്ന അൻസാർ ഖാനാണ്, കാസർഗോഡ്. ഹദ്ദാദ് എന്ന് പറയുന്നത് ഒരു മഹാന്റെ പേരാണ്. റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്ന മഹാനായിരുന്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പോലും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ഇബാദത്ത് എന്തിനാണ്, ഇത്രയും ആരാധനകൾ, അത്രയ്ക്ക് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന മഹാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം നിത്യജീവിതത്തിൽ കുറെ ദിക്റുകൾ ചൊല്ലിയിരുന്നു. ആ ദിക്റുകളെ കൂട്ടി വെച്ചിട്ടാണ് ഹദ്ദാദ് റാത്തീബ് എന്ന പേരിൽ ആ ദിക്റുകൾ അതിന്റെ ചുവടെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം, ഇത്തരം മഹാരഥന്മാരോട്, ഇത്തരം മഹത്തുക്കളോട് അവർ ഫാത്തിഹ ഓതിയിട്ടും അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടും അവരുടെ ദറജ ഉയർത്താൻ വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടും ഒക്കെ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ മജ്‌ലിസുകൾക്ക് വലിയ കൂലിയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിന് അത് കാരണമാണ്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നിത്യജീവിതത്തിൽ ചൊല്ലിയിരുന്ന ഓരോ അദ്കാറുകളും എത്ര വിശദീകരിച്ചാലും തീരാത്ത അത്ര വിശാലമുള്ളതാണ്. ഇടങ്ങേറുകൾ മാറാൻ, ആപത്തുകൾ നീങ്ങാനൊക്കെ ഉപകരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഹദ്ദാദ് റാത്തീബ് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് വലിയ നേട്ടങ്ങൾക്കും അത്ഭുതങ്ങൾക്കും കാരണമാണ്. അതുകൊണ്ടാണ് ഹദ്ദാദ് എന്ന് പേരിട്ടുകൊണ്ട് ഹദ്ദാദ് റാത്തീബ് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും സജീവമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും മനഃപ്പാഠമാക്കി നിത്യജീവിതത്തിൽ അത് കൊണ്ടു നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് പാട്ടുകൾ പാടുന്നവർക്കും എഴുതുന്നവർക്കും മൗലൂദിനേക്കാളും സ്വലാത്തിനേക്കാളും കൂലി ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ചോദിച്ചിരിക്കുന്നത് സ്ഥാപിക്കാം മലപ്പുറത്തുണ്ട്. സ്വലാത്തിന്റെ കൂലി നമുക്ക് എണ്ണിയാൽ തിട്ടപ്പെടുത്താനാകാത്തതാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ ചെയ്യും. അവരുടെ മേൽ അള്ളാഹു മലക്കുകളും 10 സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വലാത്തിന്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. പിന്നെ മൗലിദിലുള്ളത് എന്താണ്? മദ്ഹാണ്. സുബ്ഹാനല്ലദീ യത്ലാ ഫീ ശഹരി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദാ. ലോകം തന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ പ്രകാശത്തിന് അല്ലാഹു മുഹമ്മദ് എന്ന പേര് വെച്ച് മദ്ഹാണ്. ഈ മദ്ഹ് തന്നെയാണ്, ഇത്തരം മദ്ഹ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്, റോസാദളത്തിൻ ചെണ്ട് റോജാ റസൂലിൻ ചുണ്ട് രോമാഞ്ചമാലെ കണ്ട് തീരാത്ത ജായിബ് ചേലിൽ തിളങ്ങും കണ്ണ് തൊട്ടാൽ മിനുങ്ങും കവിള് തൊട്ടടുത്തെന്നുമെന്നും തങ്ങുന്നു തെന്നല്. ഇത് മുത്തുനബിയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ എഴുതാണ്. മൗലിദിലുള്ള സലാത്തും ബൈത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്, അല്ലേ? അശ്ശഫാഅത്ത് ഹബുലന, ശഫാഅത്ത് തരണം നബിയെ. മുത്തുനബിയുടെ ശഫാഅത്തിനെ കുറിച്ച്, ഹൗദിനെ കുറിച്ച്, സൗന്ദര്യത്തെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പാടും. അപ്പോ ഇത് തന്നെയാണ് മദ്ഹും മൗലിദും ഒക്കെ അത് തന്നെയാണ്. അതിന് വളരെയേറെ പുണ്യമുണ്ട്. സ്വലാത്തിന്റെ പുണ്യവും ശ്രേഷ്ഠതയും നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാൻ പറ്റൂല. അത് വളരെയേറെ വിലപ്പെട്ടതും അള്ളാഹു തന്നെ ഒരു സ്വലാത്തിന് 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞതാണ്, ഞാനും ചൊല്ലുന്നു എന്ന് പറഞ്ഞതാണ്. അള്ളാഹു താല മദ്ഹും സ്വലാത്തും മൗലിദും ഒക്കെയായി മുത്ത് ഹബീബിന്റെ പൊരുത്തം നേടാനുള്ള ഭാഗ്യം തരട്ടെ. കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ മുഹമ്മദും ഫാത്തിമയും ചേർത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ചോദിച്ചിരിക്കുന്നത് അൻസാർ ഖാൻ വള്ളക്കടവിൽ. കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ മുഹമ്മദ് എന്ന പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഹമ്മദ് ആദ്യം വരണമെന്നതാണ്. അഹമ്മദ് എന്നാണ് ഇടണമെങ്കിൽ ഇപ്പോ മുസ്താഖ് അഹമ്മദ് രണ്ടാമത് വന്നു. മുഹമ്മദ് എന്നാണ് മുസ്താഖിൽ ഇടുന്നതെങ്കിൽ മുഹമ്മദ് മുസ്താഖ് എന്നിടണം. അഹമ്മദാണ് ഇടുന്നതെങ്കിൽ അഹമ്മദ് മുസ്താഖ് എന്നല്ല, മുഹമ്മദ് മുസ്താഖ് അഹമ്മദ് എന്നിടണം. ഫാത്തിമയാണ് ഇടുന്നതെങ്കിലും ഫാത്തിമ ആദ്യം വരലാണ് ആ പേരിനോടുള്ള ബഹുമാനം. ഇപ്പൊ എല്ലാവരും ഇടുന്നുണ്ട് സന ഫാത്തിമ, ഇദാ ഫാത്തിമ, ഉദാ ഫാത്തിമ, നിദാ ഫാത്തിമ.
അങ്ങനെയൊക്കെയാണ് ഇടുക. പക്ഷെ ഫാത്തിമ ആദ്യം ഇട്ടാൽ ഫാത്തിമ ബിഷാറ അല്ലെങ്കിൽ ഫാത്തിമ മുബശ്ശറ അല്ലെങ്കിൽ ഫാത്തിമ ഹിദ, അതിനൊരു പ്രത്യേക ബറക്കത്താണ്. പക്ഷേ ആദ്യം ഹിദാന്ന് ഇട്ടത് കൊണ്ട് ഫാത്തിമ എന്ന പേരിന്റെ ഹുർമത്തൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷെ ബഹുമാനവും പരിപൂർണതയും ആദ്യം ഫാത്തിമ ഇടലാണ്. കാരണം പിന്നീട് നമ്മൾ ആ മക്കളെ ഹിദ ഫാത്തിമ എന്നൊരു കുഞ്ഞിന് നമ്മൾ പേരിട്ടാൽ നമ്മൾ പിന്നീട് ആ മക്കളെ വിളിക്കുന്നത് ഹിദ എന്നാണ്. ഫാത്തിമ എന്ന് വിളിയില്ല. ഫാത്തിമ എന്ന് പേരിടുന്നത് വിളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആദ്യം ഇടുമ്പോഴായിരിക്കും നമ്മൾ ആ കുഞ്ഞിനെ ഫാത്തിമ എന്ന പേര് ചേർത്ത് വിളിക്കുന്നത്. MK Fabrics, MK Road, കൊല്ലം. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. അൽഹംദുലില്ലാ. സർവശക്തനായ അള്ളാഹുവിന് സർവസ്തുതികളും പറയുകയാണ്. അള്ളാഹു തീർച്ചയായിട്ടും ഈ ദൈവത്തിന്റെയും ഈ വിജ്ഞാനത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാ നന്മകളും ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ചുരിഞ്ഞു തരുമാറാകട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ ഒരാളെങ്കിലും ആ പ്രാർത്ഥന ചെയ്യുമല്ലോ, ഒരാളെങ്കിലും ഈ പറയുന്ന കേട്ടിട്ട് അമൽ ചെയ്യുമല്ലോ. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഖുർആനിനെ കുറിച്ച് നിരന്തരം കേൾക്കുമല്ലോ, അതൊരു വലിയ ദഅവത്ത് തന്നെയാണ്. അള്ളാഹു നമ്മുടെ പരലോകം ഇതുകൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് അറഫ ഗോൾഡ് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ കച്ചവടത്തിലൂടെ പല വിധത്തിലും പണമുണ്ടാക്കാൻ പലർക്കും കഴിയും. പക്ഷെ പാവങ്ങളോടൊരു കനിവ് കാണിക്കുക, സാധുക്കളോടൊരു അലിവുണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവം കച്ചവടക്കാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ്. അത് തീർച്ചയായിട്ടും അബ്ദുൽ ലത്തീഫ് സാഹിബിനും കുടുംബത്തിനുമുണ്ട്. അള്ളാഹു എല്ലാവിധ സന്തോഷവും അവർക്ക് ചൊരിഞ്ഞു കൊടുക്കട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ, കൊല്ലം. മാഷാ അല്ലാഹ്, അവരും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിലുള്ള നൂതനമായ സംവിധാനങ്ങളിലൂടെ രംഗത്ത് വന്ന ഒരു സംവിധാനമാണ് MK സിഗ്നേച്ചർ. യുവാക്കൾക്ക്, സഹോദരിമാർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
അള്ളാഹു അവരുടെ ഈ വസ്ത്രവ്യാപാര ശൃംഖലയെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. നസീർ സാഹിബിനും കുടുംബത്തിനും ബിസിനസിന്റെ എല്ലാ മേഖലയും കൈയടക്കാനുള്ള കരുത്തും കഴിവും ഈ സംരംഭത്തിലൂടെ അള്ളാഹു സാധ്യമാക്കി കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞിരുന്ന പ്രാർത്ഥന അള്ളാഹു നമ്മെ ഒഴിവാക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കലുണ്ട്, അള്ളാഹു എന്നെ കൈവിട്ട് കളയുകയാണോ, എന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലേക്കായി പോവുകയാണല്ലോ, എന്തു തുടങ്ങിയാലും പരാജയപ്പെടുകയാണല്ലോ. മനസ്സിന് വല്ലാത്തൊരു ആശങ്ക ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ വെറുതെ വിട്ട് ആ ആശങ്കകളെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഇപ്പോ എനിക്കെന്റെ കുഞ്ഞിനെ കാണണം, ഒരു ഉപ്പ ആഗ്രഹിക്കുന്നു, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നു, കുഞ്ഞ് എയർപോർട്ടിലേക്ക് എത്തുന്നു, ഉപ്പ എയർപോർട്ടിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്ത് നടന്നു വരുമ്പോൾ നെഞ്ചുവേദന വന്ന് മരിക്കുന്നു. റജാൽ മുഖത്തൈനാണ്. ഈ ഉപ്പാക്ക് കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം നടത്തി കൊടുക്കാതെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മരണത്തെ മുമ്പിൽ കൊണ്ടിടുകയാണ്. ലേബർ റൂമിലാണ് പെണ്ണ്, പ്രസവത്തിന്റെ മൂർധന്യതയുടെ വേദന അനുഭവിച്ച് കഷ്ടപ്പെടുന്നു. 7, 8, 9, 10 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞ് കൊതിയോടെ കാത്തിരിക്കുന്നു. സിസ്റ്റർമാർ പരസ്പരം സംസാരിക്കുന്നു, തളയെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. വേദനയ്ക്കിടയിലും ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന സഹോദരി മനസ്സുകൊണ്ട് കൊതിക്കുന്ന റബ്ബേ, ഞാൻ എത്ര കൊതിച്ചതാണ്, എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് എന്റെ റൂഹങ്ങ് പിടിക്ക റബ്ബേ. അവിടെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മരണത്തെ കുഞ്ഞിനും തള്ളയ്ക്കും ഇടയിൽ കൊണ്ടുവരാൻ. അതാണ് റജാൽ മുഖത്തഈൻ. എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ പൂവണിയുകയില്ല. അതാണ് മരണത്തിന് ഹാദിമുൽ ലദ്ദാത്ത്, രസങ്ങളെ മുറിച്ചു കളയുക എന്ന് പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പ്രാർത്ഥന കരഞ്ഞ് അള്ളാഹുവിലേക്ക് പറയണം. നമുക്കൊരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റജാഅൽ മുഖ്തഈൻ ലാ തഖ്ത റജാഅനാ യാ റാഹിമൽ ആസീൻ. യാ റജാഅൽ മുഖ്തഈൻ, ആഗ്രഹിച്ചു വരുന്നവന്റെ വഴി മുറിക്കുന്നവനായ റബ്ബേ. അള്ളാഹുവിന് മാത്രം മുറിക്കാൻ പറ്റൂ. യാ റജാൽ മുഖ്തഈൻ, മുറിച്ചു കളയും, ആഗ്രഹങ്ങളെ മുറിച്ചു കളയുന്നവനായ റബ്ബേ. ലാ തഖ്ത റജാന, എന്റെ ആഗ്രഹങ്ങളൊന്നും നീ മുറിച്ചു കളയരുത് റബ്ബേ. യാ റാഹിമൽ ആസീൻ, പാപികളോട് കരുണ കാണിക്കുന്ന റബ്ബേ. എത്ര തെറ്റ് ചെയ്താലും നീ കരുണ കാണിക്കും. അങ്ങനെയുള്ള റബ്ബേ, ആഗ്രഹങ്ങളെ മുറിച്ചു കളയാൻ നിനക്ക് മാത്രമേ കഴിയൂ. കാരണം അള്ളാഹു ആണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റജാൽ മുഖ്തഈൻ ലാ തഖ്ത റജാഅനാ യാ റാഹിമൽ ആസീൻ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ജവാബ്, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കോണം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിലും ഞങ്ങളെ ചേർക്കണം. പ്രത്യേകിച്ച് MK ഫാബ്രിക്സ്, മാഷാ അള്ളാഹ്, ഒരുപാട് അത്ഭുതങ്ങളാണ് ഈ പ്രോഗ്രാമുമായി ചേരുന്നത് കൊണ്ട് അള്ളാഹു അവർക്ക് കൊടുക്കുന്നത്. ഇതൊരു ഇൽമിന്റെ തീരമല്ലേ. ഇതിനെ ഹെൽപ്പ് ചെയ്ത് ഇത് സ്പോൺസർ ചെയ്യുമ്പോൾ അവരുടെ കച്ചവടത്തിൽ ഒരുപാട് വളർച്ച. മലബാർ, കോഴിക്കോട്, വിദേശത്തു നിന്നൊക്കെ വരുന്നവരൊക്കെ കൊല്ലം ജില്ലയിൽ വന്നാൽ ആദ്യം ചോദിക്കുന്നത് MK ഫാബ്രിക്സ് എവിടെയെന്നാണ്. തീർച്ചയായിട്ടും നിസാർ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബിനെ സന്തോഷിക്കാം. വിശ്വാസികൾ ഒന്നടങ്കം നിങ്ങളുടെ ഈ കച്ചവട സ്ഥാപനത്തിനോട് ചേർന്ന് നിൽക്കുന്നു. അള്ളാഹു എല്ലാ നന്മകളും അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വസ്ത്ര ശൃംഖലയിൽ അണിചേരാൻ, അതിനെ ബുക്ക് ചെയ്യാൻ, അതിൻ്റെ ബുക്കിംഗ് നമ്പരൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പരസ്യത്തിൽ അവരുടെ പേര് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇത്രാം തീയതിയാണ് കല്യാണം, അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ രീതിയിലുള്ളതാണ്, ഈ നിറമാണ്, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ, അവിടെ ഉള്ളത് എടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതേ രൂപത്തിലും ഭാവത്തിലും നിറത്തിലും ആ ഗുണത്തിലും നിങ്ങൾക്ക് മേന്മയേറിയ വസ്ത്ര ശൃംഖല തന്നെ അവർ നിങ്ങൾ പറയുന്ന ടൈമിൽ ഒരുക്കി തരുന്നതാണ്. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസിന്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അള്ളാഹ്. അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ സമയത്ത് ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അള്ളാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്,
കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.